ഈ വിധിന്യായം വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പിണറായി വിജയൻ്റെ മകൾക്ക്. യഥാർത്ഥത്തിൽ ഈ കേസ് കൊടുത്തതാണ് പിണറായി വിജയൻ്റെ മകൾക്ക് മസ്തകത്തിൽ കിട്ടിയ അടിയെന്നാണ് ഞാൻ പറയുന്നത്. ഈ വിധിന്യായത്തിൽ അവർ ചെയ്ത അനധികൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വിധിന്യായത്തിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് വിധിന്യായത്തിൻ്റെ 20-ാമത്തെ പേജിൽ അവർ 4/5/2017 മുതൽ 31/10/2019 വരെ അവർക്ക് CMRL നിന്ന് കിട്ടിയ പണത്തിൻ്റെ കണക്ക് മാസം തിരിച്ച് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. മാസം തിരിച്ച് 20-21 പേജുകളിൽ. ഇനി 22-23 പേജുകളിൽ അവർ നടത്തിയ വയലേഷൻസ് മുഴുവൻ 8 വയലേഷൻ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസ് കൊടുത്തതോടുകൂടി അവർ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എത്ര കോടി ഈ അഭിഭാഷകർക്ക് കൊടുത്താലും ഈ വിധിന്യായത്തിൽ നിന്ന് പിണറായി വിജയൻ്റെ മകൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. ഞാനിന്ന് വേറെ ഒരാളുടെ സംസാരിച്ച് പറയായിരുന്നു, ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മോഹൻലാലിൻ്റെ കയറയിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു രംഗമുണ്ട്, ഒരു 10-15 പേര് എന്ന് പറഞ്ഞതുപോലെ വീണ വിജയനെ ഇതുപോലെ കയറെ കെട്ടി ഒരു പത്മവ്യൂഹത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി യഥാർത്ഥത്തിൽ വീണ വിജയന് അത് പറയുമ്പോൾ ഇച്ചിരി കടുപ്പാണെന്ന് തോന്നുമെങ്കിൽ പോലും നാട് വിടുകയല്ലാതെ വേറൊരു രക്ഷയില്ല. അവർ കാനഡയിൽ പോയി ഇപ്പോൾ ഈ ബിസിനസ് തുടങ്ങിയത് തന്നെ നാട് വിടാൻ വേണ്ടിയാണോ എന്നുള്ളൊരു സംശയവും എനിക്ക് ഇല്ലാതെ ഇല്ല. ഇതിനകത്ത് ഈ 46 പേജുള്ള വിധിയിൽ 38-ാമത്തെ പേജ് മുതലാണ് അതിൻ്റെ ഒരു ചങ്കും കരലും കിടക്കുന്നത്. അത് ഞങ്ങൾ LLBക്ക് പഠിച്ച് പറയുന്നത് ഈ വിധിന്യായത്തിൻ്റെ ഒബിക്റ്റർ ഡിക്റ്റ എന്ന് പറയും. ഒബിക്റ്റർ ഡിക്റ്റ എന്ന് പറയുന്നത് അതിൻ്റെ പറഞ്ഞില്ലേ പ്രസക്തമായ ഭാഗം, അത് തുടങ്ങുന്നത് 38 മുതലുള്ള 46 വരെയുള്ള പേജുകളിലാണ്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ പറയുന്നത് വെച്ചാൽ സെക്ഷൻ 206 മുതൽ സെക്ഷൻ 206 മുതൽ 212 വരെയുള്ള സെക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിധിന്യായത്തിൽ വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വിധിന്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീണ വിജയൻ്റെ അഭിഭാഷകൻ, ഈ വീണ വിജയൻ്റെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഇടയ്ക്കിട്ട് എന്ന് പറയാതെ വയ്യ. ഇന്ന് ഒരു മലയാളം പത്രത്തിൽ ഒരു റിപ്പോർട്ടർ പേര് വെച്ചെഴുതിയൊരു വാർത്തയുണ്ട്. ആ വാർത്ത എന്താണെന്നറിയാമോ? പിണറായി വിജയൻ്റെ മകൾക്ക് ഈ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞ വിഖ്യാതനായ അഭിഭാഷകന് കിട്ടിയത് 1,50,00,000 രൂപയാണെന്നാണ്. 1,50,00,000 രൂപ. അപ്പോൾ 1,50,00,000 രൂപയെ അരവിന്ദ് ദത്താറിന് കിട്ടിയെന്നുള്ള സ്വന്തം ലേഖകനെന്നോ മറ്റേ ലേഖകനെന്നോ മറിച്ച് ലേഖകൻ പ്രത്യേക ലേഖകനെന്നുള്ള പേരുണ്ട്. ആ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പേരിൽ എഴുതിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താണെന്നറിയാമോ? ഇത് അയാൾക്ക് മൊത്തം കേസിനുള്ള ഫീസാണ് ഈ 1,50,00,000 എന്ന് പറയുന്നത്. അതിന് മുകളിലാണ് ഈ അപ്പിയറൻസിനുള്ള ഫീസ്. ഓരോ തവണ അപ്പിയർ ചെയ്യുമ്പോഴും അതിനുള്ള ഫീസ് വേറെ. മാത്രമല്ല വേറെ 3 പേരും ഉണ്ട് അയാളുടെ ജൂനിയേഴ്സ്. അതെ, എല്ലാം കൂടെ ആയിരിക്കണം ഇത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയ ഞാൻ ചോദിക്കുന്ന ചോദ്യം, എവിടുന്നാണ് നിങ്ങളുടെ ഈ പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ആരാണ് പിണറായി വിജയൻ? പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള പിണറായി വിജയനൊക്കെ എന്താണ് വരുമാനം? എന്താണ്? ഫുൾ ടൈം പാർട്ടി പ്രവർത്തകനല്ലേ? ഈ കൈകൾ ശുദ്ധമാണ്. ഈ പാർട്ടിയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ ആരാ? പിണറായി വിജയൻ ആ കസേര കൊണ്ട് ഇരുത്തിയിട്ടുള്ളത് ആരാ? നിസ്വര്, ദരിദ്രര്, തൊഴിലാളികൾ, ഇല്ലേ, ഭൂരഹിതര്, ഇവരല്ലേ ഈ പാർട്ടിയുടെ അടിത്തറ. ലക്ഷക്കണക്കിന് ഇതുപോലുള്ള പാവപ്പെട്ട പതിതരായിട്ടുള്ള ദരിദ്രരും നിസ്വരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളല്ലേ പിണറായി വിജയ നിങ്ങളെ കൊണ്ടൊന്ന് ഈ കസേരയിൽ ഇരുത്തിയത്? നിങ്ങൾക്ക് എങ്ങനെയാണത് മറക്കാൻ കഴിയുന്നത്? പാവപ്പെട്ടവൻ പണിശാലകളിൽ ജോലി ചെയ്യുന്നവൻ, അവരല്ലേ വിയർപ്പ് ചോരയാക്കി ഈ 2 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങളെ ജയിപ്പിച്ച് ഈ അധികാരത്തിൽ കയറ്റിയത്. ആ നിങ്ങളുടെ മകൾ വീണ വിജയൻ 3-ാം ക്ലാസ്സുകാരി. നിങ്ങളാ രമേശ് ചെന്നിത്തലയുടെ മക്കളെ കണ്ടുപിടിക്കണം. 2 പേരെ, ഒരാൾ IRS, ഒരാൾ MD. നിങ്ങളുടെ മകളോ വെറും 3-ാം ക്ലാസ്. എൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല. 3-ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ
എന്ന് പറഞ്ഞാൽ മൂന്നാം ക്ലാസ് എന്ന് പറഞ്ഞാൽ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചു എന്നുള്ളതല്ല, ഒരു മൂന്നാം തരം മൂന്നാം ക്ലാസ് അല്ല, ഫസ്റ്റ് ക്ലാസ് ഇല്ല, സെക്കൻഡ് ക്ലാസ്സും ഇല്ല, എഞ്ചിനീയർ ആണല്ലോ, തേർഡ് ക്ലാസ്. അതെ തേർഡ് ക്ലാസ്. യെസ്, അവർ പഠിച്ച എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. 2004 മുതൽ 2010 വരെ ഒറക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയിലെ കൺസൾട്ടന്റ്, ഏത് കൂറകൾക്കും ആകാവുന്നതാണ് കൺസൾട്ടന്റ്. ആ കൺസൾട്ടന്റ് ആയിട്ടുള്ള അവര് 2012 മുതൽ 14 വരെ രവി പിള്ളയുടെ കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നാണമുണ്ടോ പിണറായി വിജയൻ? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണെങ്കിൽ 25 വർഷം എടുക്കും. അതെ, നിങ്ങൾ അവിടുന്ന് തേർഡ് ക്ലാസ്സിലോ മറ്റോ പാസ്സായ നിങ്ങളുടെ മകളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരുന്നു. അതിനുശേഷം 2014 മുതൽ അവർ ചെയ്തത് എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ മകളുടെ കമ്പനി പൂട്ടിയിരിക്കുകയാണ്. അവിടെ ആ പൂട്ടപ്പെട്ട് കിടക്കുന്ന കമ്പനിയിൽ ഡയറക്ടറായിട്ടുള്ള നിങ്ങളുടെ മകൾക്ക് കേസ് വാദിക്കാൻ പിണറായി വിജയൻ എവിടെ നിന്നാണ് 1,50,00,000 രൂപ? നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പറ.